അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു കാറിനകത്താണ്. ഞാൻ എങ്ങനെ അവിടെ വന്നുവെന്നോ എന്തിനു വന്നുവെന്നോ എന്നൊന്നും എനിക്കൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. പുറത്ത് നല്ല വെയിലാണ്. ഞാൻ എവിടെയാണെന്നറിയാൻ വേണ്ടി പുറത്തേക്കൊന്ന് നോക്കിയപ്പോൾ കാഴ്ചകളൊന്നും വ്യക്തമല്ല. കണ്ണാടി വെക്കാത്തതാണ് കാരണമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പോക്കറ്റിലൊന്ന് കൈയിട്ട് ഞാൻ തപ്പി നോക്കി. കണ്ണാടി അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തൊന്നും കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ശ്രദ്ധ ഞാൻ തിരിച്ച് കാറിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. ഏകദേശം 3 നിരകളായി സീറ്റ് വരുന്ന ആ വണ്ടിയുടെ ഏറ്റവും പിറകിലെ നിരയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. ഈ സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ആ കാറിനകത്ത് എങ്ങനെ വന്നു എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയോ പെട്ടെന്ന് കാറിനകത്തേക്ക് കയറി. ഏകദേശം ഒരു 4 പേർ. അതിൽ 2 പേർ കുട്ടികളാണ്. അവരെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അവരിലൊരാൾ കയറിയ ഉടനെ ആരെയോ വിളിച്ച് അമ്മേ, ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. ഒരു പുരുഷസ്വരമാണ്. അതിന് ഒരു 30 സെക്കൻഡുകൾക്ക് ശേഷം എൻ്റെ കണ്ണിനൊന്ന് തെളിച്ചം വന്നു. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. ശേഷം ഞാൻ കാറിനകത്തേക്ക് നോക്കി. എൻ്റെ മുമ്പിലിരിക്കുന്നത് എൻ്റെ മകനും അവൻ്റെ ഭാര്യയും അവരുടെ 2 മക്കളുമാണ്. അവരെ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഏറെ കാലമായില്ലേ കണ്ടിട്ട്. എന്നാലും അവരെന്തിനാണിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ അവരെ കണ്ട സന്തോഷത്തിൽ അവരോട് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അവരത് കേട്ടില്ല. കേൾക്കാത്തതാണോ അതോ ഇനി കേൾക്കാത്ത ഭാവം നടിച്ചതാണോ എന്നെനിക്കറിയില്ല. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവരെല്ലാവരും കരയുകയായിരുന്നു. എന്തിനെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം ലഭിച്ചില്ല. എന്നാലും എന്തായിരിക്കും അവരെന്ത് ഇങ്ങനെ അവഗണിക്കുന്നത്? ഒന്നെന്നെ കണ്ട ഭാവമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ. ഇനി എന്നെ കണ്ടു കാണില്ലേ? ഞാൻ വീണ്ടും എൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കവിളുകളിലൂടെ ഇപ്പോഴും കണ്ണീരൊഴുകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 14 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അവനോട് ഡോക്ടറാവാൻ പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞതാണ്. അവന് പണ്ട് മുതൽക്കേ സിനിമയോടായിരുന്നു താല്പര്യം. അവനൊരു സംവിധായകനാകണമായിരുന്നു. അത് വെറുമൊരു ആഗ്രഹമൊന്നും ആയിരുന്നില്ല. അതിനവന് കഴിവുമുണ്ടായിരുന്നു. എന്നാൽ എനിക്കതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഞാനത് നിരസിച്ചു. പണ്ട് മുതൽക്കേ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ വാശിക്കും സ്വാർത്ഥതയ്ക്കും വഴങ്ങിയവയായിരുന്നു. ഞാൻ എന്ത് വിചാരിക്കുന്നു അത് നടക്കണം. അതിൽ ഞാൻ ശരിയും തെറ്റും നോക്കാറില്ല. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാറുമില്ല. അങ്ങനെ എൻ്റെ വാശിക്കാണ് ഞാൻ അവനെ ഒരു ഡോക്ടറാക്കി അമേരിക്കയിലേക്ക് അയച്ചത്. അവനതിനോട് തീരെ താല്പര്യമോ ആ ഉദ്യോഗത്തിൽ തീരെ സന്തോഷമോ ഇല്ലായിരുന്നെങ്കിലും അവൻ എന്നോട് ഒരിക്കലും അതിൽ പരാതി പറഞ്ഞിട്ടില്ല. അവരെന്നോട് വളരെ സ്നേഹമായിരുന്നു. ആദ്യം അവനെ പറഞ്ഞയക്കാനായിരുന്നു എനിക്ക് വാശിയെങ്കിൽ പിന്നീട് അവനെ തിരിച്ചു വരുത്തിക്കാനായിരുന്നു. എന്തിനേറെ, കഴിഞ്ഞ മാസം തന്നെ അവൻ എനിക്കൊരു കണ്ണാടി അയച്ചു. നല്ല മനോഹരമായ ഒന്ന്. എന്നാൽ ഞാനതവൻ എന്നിങ്ങോട്ട് തിരിച്ചു വന്ന് നാട്ടിൽ കാലുകുത്തുന്നു അന്നേ അതിടൂ എന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം എൻ്റെ ചിന്തകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഏറ്റവും ഇളയ കൊച്ചുമകൾ കരഞ്ഞുകൊണ്ട് അവൾക്ക് വിശക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ അവരാ വണ്ടി സൈഡാക്കി ഒരു ബേക്കറിയിൽ നിർത്തി. വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ സ്ഥലം കൊച്ചിയാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഇവിടെയാണ്. ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് എപ്പോഴും വന്നുകൊണ്ടിരുന്ന രാജാ ബേക്കറിയിലാണ് അവർ വണ്ടി നിർത്തിയത്. അതിൻ്റെ മുതലാളിയായിരുന്ന പ്രസാദ് എൻ്റെ ഏക ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൻ മരണപ്പെട്ടു. ഇപ്പോൾ അവൻ്റെ മകനാണ് ബേക്കറി നടത്തുന്നത്. അങ്ങനെ എൻ്റെ മകനും കുടുംബവും അവിടെ 4 ഫീറ്റുള്ള ഒരു മേശയുടെ ചുറ്റുമായിരുന്നു. എനിക്കവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. ആരും എന്നോട് ഇരിക്കാനും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. എനിക്ക് കാലിന് വെരിക്കോസ് ഉള്ളതാണ്. എന്നിട്ടും എനിക്കങ്ങനെ വേദനയൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോഴും അവൻ്റെ കണ്ണുകൾ വിങ്ങിയിരുന്നു. അവൻ എന്നെ ഒന്ന് നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനെ വീണ്ടും ഒന്നുകൂടി വിളിച്ചു. അപ്പോൾ ആരോ എൻ്റെ തോളിലൊന്ന് വന്ന് തട്ടി. നോക്കിയപ്പോൾ ഈ ബേക്കറിയുടെ ഉടമസ്ഥനായ എൻ്റെ പഴയ സുഹൃത്ത് പ്രസാദാണ്.
ഞാൻ അമ്പരന്നുപോയി. അവൻ എന്നെ നോക്കി പറഞ്ഞു, നീ ഇനി അവനെ എത്ര വിളിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഭൂമി എന്ന ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. അപ്പോഴെൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വീണ്ടും തുടർന്നു, വിഷമിക്കരുത്, ഇനിയും നിറയെ മനോഹരമായ കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു. ഇത് വെറുമൊരു ആമുഖം മാത്രം. പോകുന്നതിന് മുമ്പ് എനിക്കെൻ്റെ മകനോടൊരു മാപ്പ് പറയണമെന്നുണ്ട്. അവനോട് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറയണമെന്നുണ്ട്. എന്നാൽ ഇനിയത് സാധ്യമല്ല.